വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യതകളാലും അവശരായവരെയും പിശാചു ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ യേശുവിൻ്റെ അടുത്തു കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. മിശിഹായാൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ തിരുവചന ഭാഗങ്ങളിലൂടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ അടുത്തോട്ട് വന്നവരും കർത്താവിനെ വിളിച്ചപേക്ഷിച്ചവരും ഏത് കൂട്ടരാണെന്നും ഏത് വിഭാഗക്കാരാണെന്നും ഏത് തരക്കാരാണെന്നും നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് അത് ഏത് ഭാഷ സംസാരിക്കുന്നവർ എന്നല്ല, കറുത്തവരാണോ വെളുത്തവരാണോ എന്നുള്ളതല്ല പ്രത്യേകത. ജീവിതത്തിൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ കുറവുകൾ ഉണ്ട് എന്നുള്ള ബോധ്യമുള്ളവരാണ്. ഞാൻ എല്ലാം തികഞ്ഞവനാണ്, ഇനി എനിക്ക് ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ല, ആരുടെയും സഹായം വേണ്ട, ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എന്തിനും പോന്നവനാണ് എന്ന തോന്നലുള്ളവർ ഒരിക്കലും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കില്ല, കർത്താവിൻ്റെ നാമം വിളിക്കില്ല. ഈശോയെ വിളിച്ചവർ കുറവുകൾ സ്വന്തം ജീവിതത്തിൽ ഉണ്ട് എന്ന് ബോധ്യമുള്ളവരാണ് എപ്പോഴും കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്നും ഒഴിയുകയില്ല, ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. കർത്താവിൻ്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്നും ഒഴിയുകയില്ല, ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. വിളിച്ച് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ദൈവിക ദാനങ്ങൾ സമൃദ്ധമായി വർഷിക്കപ്പെടും. വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവിൻ്റെ കൃപകൾ കൊണ്ട് നിറയാനുള്ള അഭിഷേകം കർത്താവ് യേശുമിശിഹാ നൽകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട് എന്നുള്ള ഒരു തോന്നലും ബോധ്യവും ഉണ്ടാകണം. നമുക്കറിയാം, ആനയ്ക്ക് അനാസിൻ കൊടുത്തുകൊണ്ട് ആന മയങ്ങി വീഴുകയില്ല. മയക്കുവെടി തന്നെ വെച്ചാലേ ആനയെ മയക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അഹന്തയോടെയും അഹങ്കാരത്തോടെയും അഹംഭാവത്തോടെയും ഒക്കെ ജീവിച്ചാൽ എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സൗന്ദര്യമുണ്ട്, എനിക്ക് എല്ലാം തികഞ്ഞവനാണ് എന്നൊക്കെ തോന്നലോടെ ജീവിച്ചാൽ ഒരിക്കലും കർത്താവിനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. കുറവുകൾ ഉള്ളവരാണ്, ആ ബോധ്യം ഉള്ളവരാണ് ഈശോയെ വിളിച്ചേക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം. ആരൊക്കെയാണ് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത്? ഒരു കുഷ്ഠരോഗിയെ നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഈശോ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവാണ് പോകുന്നതെന്നറിഞ്ഞ് അന്ധയാചകൻ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു: കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ചങ്കു പൊട്ടി വിളിച്ച് പ്രാർത്ഥിച്ചു. ഈ അന്ധയാചകന് ഒരു കുറവുണ്ടായിരുന്നു, കാഴ്ചയില്ല എന്നുള്ള കുറവ്. ഇതൊന്നും നികത്തി കിട്ടാനായിട്ട്, ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടാനായിട്ട് ചങ്കു പൊട്ടി ആ മനുഷ്യൻ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഓർക്കണം പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു കുറവുണ്ട് എന്ന് തോന്നിയാലല്ലേ നമ്മൾ ഓരോരുത്തരും കർത്താവിനെ വിളിക്കുകയുള്ളൂ. കുഷ്ഠരോഗികൾ 2 പ്രാവശ്യമാണ് ഈശോയുടെ അടുത്ത് വന്നേക്കുന്നത് നമുക്കറിയാം. ഒരിക്കൽ 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു: കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന്. അകലെ നിന്ന് അടുത്തു വരാൻ പോലും പറ്റാത്ത വിധത്തിൽ അകലെ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, അവർക്കൊരു കുറവുണ്ടെന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. അവരുടെ കുറവ് എന്നതാ? സമൂഹത്തിലേക്ക് അടുക്കാൻ പോലും സാധിക്കില്ല. എല്ലാവരും ഐത്തം കൽപ്പിച്ച് സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തി കുഷ്ഠരോഗികളെ എല്ലാവരെയും. അവർ മരിച്ചവർക്ക് തുല്യമായിട്ടാണ് ജീവിച്ചത്. അവരുടെ ശരീരത്തിൽ അവർ ധരിച്ചിരിക്കുന്നത് ഒരു കറുത്ത ഉടുപ്പായിരിക്കും. കറുത്ത ഡ്രസ്സേ കുഷ്ഠരോഗികൾ അന്ന് കാലത്ത് ധരിക്കാൻ പാടുള്ളൂ. കാരണം ഞങ്ങൾ മരിച്ചവരാണ് എന്നുള്ള കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ മരിച്ചവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവർ കറുത്ത വസ്ത്രമേ അവർ ധരിക്കാൻ പാടുള്ളായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവർ അകലെ നിന്ന് വിളിച്ചു പറഞ്ഞു: ഞങ്ങളുടെ മേൽ കനിവ് തോന്നണമേ, കനിവുണ്ടാകണമേ എന്ന്. ഈ കുറവ് അവരെ കണ്ടുമാനം വേദനിപ്പിച്ചു. സമൂഹം മാനിക്കുന്നില്ലല്ലോ, സമൂഹത്തിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ലല്ലോ, കൈകാലുകൾ ചുരുണ്ടിരിക്കുന്നില്ലോ, മുറിഞ്ഞു പോയില്ലോ എന്നൊക്കെ ഓർത്തിട്ട്
അവർ അതുകൊണ്ട് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ മേൽ കനിവുണ്ടായിരിക്കണമെന്ന്. വീണ്ടും നമുക്കറിയാം, 2 കുഷ്ഠരോഗികൾ ഈശോയുടെ അടുത്ത് വന്ന് കർത്താവിനെ പ്രണമിച്ചുകൊണ്ട് യാചിച്ചു, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളുടെ മേൽ കനിവ് തോന്നണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു കുറവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായാൽ നമ്മൾ പ്രാർത്ഥിക്കും. ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നിയാൽ നമ്മൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. കുറവുകളില്ലാത്തവർ ഒരിക്കലും കർത്താവിനെ വിളിക്കില്ല, ഈശോയുടെ അടുത്തോട്ട് വരാൻ അവർക്ക് തോന്നുകയുമില്ല. അതല്ലേ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കുറച്ച് വർഷം മുന്നേ റബ്ബറിന് വല്ലാതെ വില കൂടിയിരുന്നു. അങ്ങനെ വില കൂടിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രാർത്ഥന ഇല്ലാതായി. സമ്പത്ത് അധികരിച്ചപ്പോൾ പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു. പള്ളിയിൽ വരാൻ ആളുകളില്ലാതായി, ആളുകൾ കുറഞ്ഞു, കുടുംബ പ്രാർത്ഥന കുറഞ്ഞു. കാരണം അവിടെ ആ ദേശത്തുള്ള സകല യുവാക്കളും പുരുഷന്മാരെല്ലാവരും എന്ന വിധത്തിൽ സന്ധ്യയായാൽ ബാറുകളിലായി അവരെ സ്ഥിരവാസവും സ്ഥിരതാമസം. എന്നാൽ പെട്ടെന്ന് റബ്ബറിൻ്റെ വില കുറഞ്ഞപ്പം എല്ലാവരും കൂടെ പള്ളിയിലേക്ക് ഓടാൻ തുടങ്ങി. എല്ലാവരും കൂടെ കുടുംബ പ്രാർത്ഥനയിൽ സജീവമാകാൻ തുടങ്ങി. സമ്പത്ത് കുറഞ്ഞപ്പോൾ നമുക്കറിയാം, അറേബ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും കുവൈറ്റിലും ഇറാഖിലും ഒക്കെ മലയാളികൾ ധാരാളം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ധാരാളം സമ്പത്ത് നമ്മുടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും എത്തിക്കൊണ്ടുവരുന്നു. ഇറാഖിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ആ യുദ്ധത്തിലൂടെ അവിടെ നിന്നുള്ള സമ്പത്തിൻ്റെ വരവ് നിലച്ചു തുടങ്ങി. ഉടനെ തന്നെ എല്ലാവരും കൂട്ടപ്രാർത്ഥനയായി, കർത്താവെ എങ്ങനെയെങ്കിലും യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണം, അല്ലാതെ അവിടുത്തെ ജനങ്ങൾ സ്വസ്ഥിരമായി താമസിക്കാനല്ല, അവിടുന്ന് ഇങ്ങോട്ടുള്ള പണത്തിൻ്റെ ഒഴുക്ക് നിലച്ചല്ലോ എന്നോർത്ത് കൂട്ടപ്രാർത്ഥനയായി. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കുറവുണ്ടെന്ന് തോന്നുമ്പോഴാണ് നമുക്കൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് തോന്നുകയുള്ളൂ. അല്ലെങ്കിലോ സമ്പത്തിൻ്റെ ആധിക്യം വന്നപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് പോകുന്നതിന് പകരം സന്ധ്യാസമയത്ത് വീടുകളിലിരുന്ന് കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നതിന് പകരം അവരൊക്കെ ബാറുകളിലായി, ചീട്ടുകളി സംഘങ്ങളിലായി അവരുടെയൊക്കെ താമസം. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളിലും നമ്മൾ കാണുന്നത് കുറവുള്ള മനുഷ്യർ അത് ബോധ്യമായി കഴിഞ്ഞപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബർത്തിമേയുസ് എന്ന അന്ധയാചകനും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എൻ്റെ മേൽ കനിയണമേ എന്ന് ഈ മനുഷ്യനും വിളിച്ച് പ്രാർത്ഥിച്ചു. കുറവുകൾ ഉണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോൾ വിളിച്ചപേക്ഷിക്കും. സങ്കീർത്തനം 18-ാം സങ്കീർത്തനം 6-ാം വചനം ഇപ്രകാരമാണ് പറയുന്നത്, കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി, എൻ്റെ അപേക്ഷ അവിടുന്ന് കേട്ടു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി, എൻ്റെ അപേക്ഷ അവിടുന്ന് സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കർത്താവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോഴൊക്കെ തമിഴ്നാട്ടിൽ ധ്യാനങ്ങൾക്കായിട്ട് പോകുമ്പം അവിടെ ചെല്ലുമ്പം തമിഴിലായിട്ടുള്ള ആളുകൾ, വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന കാണും. ഞാൻ ചിലപ്പോൾ കൊതിച്ചു പോകാറുണ്ട്. അവർ ചിലപ്പോൾ 2 കൈയും ഉയർത്തിപ്പിടിച്ച് സർവശക്തിയോടെ ആണ്ടവരേന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കും. അവരെ സ്വരം ഉണ്ടല്ലോ, നമ്മൾ പറയാറില്ലേ, 8 ദിക്കും പൊട്ടുമാർ ഉച്ചത്തിൽ നിന്ന്, ഇതുപോലെ സർവശക്തിയോടെ പരിസരം മുഴുവൻ മുഴങ്ങുന്ന സ്വരത്തിലാണ് ആണ്ടവരേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓർക്കാറുണ്ട്, കർത്താവെ, മലയാളികളായ ഞങ്ങൾക്ക് ഇങ്ങനെ എന്നാ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്ന്. പരിസരം മറന്ന്, സ്വയം മറന്ന്, സർവ്വതും മറന്ന് കർത്താവിനെ മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇതുപോലെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എന്നാ കർത്താവെ ഞങ്ങൾക്കൊക്കെ പറ്റുന്നതെന്ന്. ആണ്ടവരെ എന്ന് പറഞ്ഞാൽ എന്നതാ, എൻ്റെ ദൈവമേ എന്ന്, എൻ്റെ കർത്താവേ എന്ന്, ഈശോയെ എന്നൊക്കെ നമ്മൾ വിളിക്കല്ലേ. അങ്ങനെ എന്നാ പ്രിയപ്പെട്ടവർ നമുക്കും ഹൃദയം തുറന്ന് മടി കൂടാതെ അലസതയില്ലാതെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. അതല്ലേ ഈ കുറവുള്ള മനുഷ്യരൊക്കെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അന്ധന്മാർ, മുടന്തന്മാർ, കുഷ്ഠരോഗികൾ, തളർവാദക്കാർ,
ഇവരൊക്കെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇനി നമ്മൾക്ക് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തെങ്കിലും അസുഖം വരുന്നവരെ കാത്തിരിക്കേണ്ടി വരുമോ? ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും പല കുറവുകളുണ്ടെന്ന്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും പല ഇല്ലായ്മകളുണ്ട് എന്ന്. ഇല്ലായ്മകളായാലും കുറവുകളായാലും വല്ലായ്മകളായാലും കർത്താവിനെ ഒന്ന് ശക്തമായി വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. അപ്പം നമ്മളിൽ കുറവുണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും കർത്താവിനെ ശക്തമായ വിധത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 സങ്കീർത്തനം 15 വചനം ഇപ്രകാരം പറയുന്നത്: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. ഒരു ദിവസം ഒരു ചേട്ടൻ വെളുപ്പിനെ 5:30 ആയിട്ടില്ല, ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ഒച്ച കേട്ടു. പട്ടത്തച്ഛനോ ഞാനോ മറ്റച്ഛന്മാരാരും മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ആ നേരത്താ, 5:30 ആയിട്ടില്ല, അതിനു മുന്നേ ഉറക്കെയാണ് കരയുന്നത്. പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാ: കർത്താവേ, നിനക്ക് പറ്റും എൻ്റെ മകനെ രക്ഷിക്കാൻ, എൻ്റെ മകനെ രക്ഷിക്കാൻ നിനക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഉറക്കെ നിലവിളിക്കുന്ന ഒച്ച കേട്ടു. മുറിയിൽ നിന്നും പുറത്തിറങ്ങി അടുത്ത് ചെന്നു. ചേട്ടൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരയായിട്ട് ഒഴുകുന്നുണ്ട്. ശക്തിയായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ ചേട്ടാ ഇങ്ങനെ കരയുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, ആ മനുഷ്യൻ്റെ മകനെ പാമ്പ് കടിച്ചു. ജൂബിലി മിഷൻ ആശുപത്രിയിലാണ്, സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അവിടെ കിടക്കുന്ന നേരത്ത് ആശുപത്രിയിലാക്കി അവിടെ നിൽക്കുമ്പം ഈ മനുഷ്യന് മനസ്സിലായി, ഞാൻ അവിടെ നിന്നുകൊണ്ട് കാര്യമില്ല. ഉടനെ തന്നെ അദ്ദേഹം വണ്ടിയിൽ കയറി ജെറുസലേമിലെത്തി. എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ആ രൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ മകനെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, ചങ്കുപൊട്ടി ഇങ്ങനെയൊന്ന് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുണ്ട് എന്ന് തോന്നിയാലല്ലേ നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 57 വചനത്തിൽ ഇപ്രകാരം പറയുന്നത്: നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ അതേ മനുഷ്യൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തുപോയി മനം നൊന്ത് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാം. ആദ്യമൊക്കെ പത്രോസ്ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞു. എന്നാൽ കർത്താവ് തൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ, കണ്ണുകളിലേക്കൊന്ന് നോക്കിയപ്പോൾ പത്രോസിന് മനസ്സിലായി തൻ്റെ കുറവെന്തായിരുന്നു. ഭീരുത്വം. ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നതിലുള്ള ഭയവും ഭീരുത്വവും. ശരീരത്തിൽ അല്പം വേദന സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റാത്ത പേടി. ഇതായിരുന്നു ഈ പത്രോസിൻ്റെ കുറവ്. ആരെങ്കിലും എന്നെ കളിയാക്കുവോ, ആരെങ്കിലും എന്നെ വേദനിപ്പിക്കുവോ, എന്നെ പിടിക്കുവോ അടിക്കുവോ ചവിട്ടുവോ എന്നുള്ള പേടി. ഈ പേടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറവ്, കർത്താവിന് സാക്ഷ്യം നൽകുന്നതിലുണ്ടായിരുന്ന കുറവ്. അതുകൊണ്ട് തന്നെ പത്രോസ് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ കുറവൊന്ന് നികത്തപ്പെട്ടത്? ഈശോ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ നോട്ടം കണ്ണുകളിലൂടെ ഹൃദയത്തെ പതിച്ചു. ഹൃദയത്തെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, തൻ്റെ കുറവും മനസ്സിലായി കഴിഞ്ഞപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പത്രോസിനെ ഈ വിശുദ്ധ സുവിശേഷത്തിൽ നമ്മളൊക്കെ കണ്ടുമുട്ടുന്നുണ്ട്. ജെറമ്യായെ തിരഞ്ഞെടുത്തപ്പോൾ ഈശോ, ദൈവമായ കർത്താവ് ജെറമ്യായെ തിരഞ്ഞെടുത്തു. ഉടനെ ജെറമ്യ പറഞ്ഞു, ജെറമ്യയുടെ പുസ്തകം 1 അധ്യായം 6 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജെറമ്യ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ വെറും ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. ദൈവമായ കർത്താവേ, ഞാൻ വെറും ഒരു ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. അതുകൊണ്ട് നീ എന്നെ തിരഞ്ഞെടുക്കരുത് എന്ന് തൻ്റെ പക്വതയില്ലായ്മയും പ്രായക്കുറവും ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ജെറമ്യായെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് കർത്താവ് ആ ജെറമ്യായോട് പറഞ്ഞു, നീ ബാലനാണ് എന്ന് പറയരുത്. കാരണം നിന്നെ ശക്തിപ്പെടുത്താനും നിന്നെ ബലപ്പെടുത്താനും
നിന്നെ പക്വതയുള്ള വ്യക്തിയാക്കി വളർത്താനും നിന്റെ കൂടെ ഞാനുണ്ടായിരിക്കുമെന്ന്. മോശയെ തിരഞ്ഞെടുത്തു. മോശയും ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ തിരഞ്ഞെടുക്കരുത്. എനിക്ക് ആരുടെ മുന്നിലും പോയി 2 വാക്ക് പറയാനുള്ള സംസാര പാഠവുമില്ല. ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ പ്രസംഗിക്കാൻ പറ്റില്ല എന്ന്. ദൈവം മോശയോടും പറഞ്ഞു, നീ വിക്കനായിക്കോട്ടെ, സാരമില്ല, നിന്നെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നിന്റെ കുറവ് അത് സാരമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഇല്ലായ്മകളും നമ്മുടെ കുറവുകളും ഒന്ന് ഏറ്റുപറയാൻ തയ്യാറായാൽ ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഞാനിങ്ങനെ എൻ്റെ കുറവ് പറഞ്ഞാൽ ഉടനെ തന്നെ എന്നെ തള്ളിക്കളയുമല്ലോ, എന്നെ തിരഞ്ഞെടുക്കില്ലോ എന്ന്. അത് മനുഷ്യർ. ദൈവം അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കുറവുകളൊക്കെ കൂടെ ഒന്ന് എടുത്തു വെച്ചാൽ, ഒന്ന് പറയാൻ തയ്യാറായാൽ, ആ കുറവുകളെയൊക്കെ തികവുകളാക്കി കർത്താവ് രൂപപ്പെടുത്തി തരും, മാറ്റിത്തരും. പ്രിയപ്പെട്ടവരെ, ഇനി കുറവുകൾ ഏറ്റു പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ചിലപ്പോൾ ഓർക്കും, ആരും കാണില്ല, ആരും അറിയില്ല, ദൈവം പോലും അറിയില്ല എന്ന്. കുറവുകളെ ഏറ്റുപറയാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നാമതായി അസ്വസ്ഥമായി തീരും. കാരണം ഒളിച്ചു വെച്ചല്ലോ എന്നുള്ള വല്ലാത്ത ഒരു തിക്കുമുട്ടൽ അത് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കും. രണ്ടാമതായിട്ട്, ഇങ്ങനെ കുറവുകൾ ഏറ്റുപറയാത്തവർ, സ്വന്തം ജീവിതത്തിൽ അനേകം കുറവുമായിട്ട് ജീവിക്കുന്നവർ എല്ലാവരിൽ നിന്നും ഒളിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കും. ആരുടെ മുന്നിലേക്കും അവർ പ്രത്യക്ഷപ്പെടില്ല, ആരുടെ മുന്നിലേക്കും അവർ വരില്ല. മൂന്നാമതായിട്ട്, അവർ സ്വയം താന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, കുറവ് ഏറ്റുപറയുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം കുറവുകൾ ഏറ്റുപറയാതെ, അത് അഡ്മിറ്റ് ചെയ്യാതെ, കർത്താവിൻ്റെ മുമ്പിൽ വിട്ടുകൊടുക്കാതെ ജീവിക്കുന്നവരുടെ ജീവിതങ്ങൾ എന്നും അത് താഴ്ന്നുകൊണ്ടേയിരിക്കും. ആത്മീയമായും ഭൗതികമായും എല്ലാ തരത്തിലും ആ ജീവിതം താഴ്ന്നുകൊണ്ടേയിരിക്കും. ഒരു കപ്പലിൽ വെള്ളം കയറി കപ്പൽ മുങ്ങി താഴുന്നതുപോലെ അങ്ങനെയുള്ള ജീവിതങ്ങൾ താഴ്ന്നുകൊണ്ടേയിരിക്കും. കുറവ് ഏറ്റുപറയുന്നില്ല എങ്കിൽ, അതിന് മനസ്സില്ല എങ്കിൽ. നമുക്കറിയാം, കുറവുകൾ ഏറ്റുപറയാതിരുന്ന യൂദാസിനെ പത്രോസ് ഏറ്റുപറഞ്ഞു. യൂദാസ് അത് പറഞ്ഞില്ല. ആ ജീവിതം താന്ന് അവസാനം ഇല്ലാതായി തീർന്നു, നശിച്ചുപോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാലാമതായിട്ട്, കുറവുകൾ ഏറ്റുപറയുന്നില്ലെങ്കിൽ അവൻ ആയിരിക്കുന്ന സമൂഹം പോലും അസ്വസ്ഥമായിത്തീരും. കുറവുകൾ ഏറ്റുപറയാതെ, അത് അഡ്മിറ്റ് ചെയ്യാതെ ജീവിക്കാൻ തുടങ്ങിയാൽ സ്വയം താഴ്ന്നുകൊണ്ടിരിക്കും, ഇല്ലായ്മയായിത്തീരുമെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വ്യക്തികളുള്ള സമൂഹം പോലും സാവകാശം അസ്വസ്ഥത ആയിത്തീരും, അസ്വസ്ഥത പടരുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രധാനമായിട്ടും 4 തരത്തിലാണ് കുറവുകൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും. ഒന്ന്, അങ്ങനെയുള്ളവർ അവരുടെ ജീവിതം അസ്വസ്ഥമായിത്തീരും. അവർ ആരുടെ മുന്നിലും ഒന്ന് പ്രത്യക്ഷപ്പെടാൻ തയ്യാറാവില്ല, ഒന്നിനും ഇനിഷ്യേറ്റീവ് എടുക്കില്ല. ഒരു തരത്തിലും അങ്ങനെയുള്ളവർ സമൂഹത്തെ വളർത്തില്ല. മൂന്നാമതായിട്ട്, അങ്ങനെയുള്ള വ്യക്തികൾ എപ്പോഴും ഏത് സമയത്തും സ്വയം താന്നുകൊണ്ടേയിരിക്കും. ഈ വ്യക്തികൾ താമസിക്കുന്ന സമൂഹവും ഉള്ള സമൂഹവും അസ്വസ്ഥമായിത്തീരും. നമുക്കറിയാം യോനാ പ്രവാചകൻ തൻ്റെ കുറവ് ഏറ്റുപറയാൻ തയ്യാറായില്ല. ദൈവത്തെ ധിക്കരിച്ച് വേറെ വഴിക്ക് പോയി. അങ്ങനെ ഒരു കപ്പലിൽ കയറി, താർസീസിലേക്ക് പോകുന്ന കപ്പലിൽ കയറി. അവിടെ തുടങ്ങിയ ആ കപ്പൽ നിപതിക്കാനും തകരാനും, ആകപ്പാടെ കപ്പലിൽ അസ്വസ്ഥതയായി. കപ്പലിൽ വെള്ളം കയറാൻ തുടങ്ങി, ആടി ഉലയാൻ തുടങ്ങി, എല്ലാ തരത്തിലും കപ്പൽ മുങ്ങി താഴാൻ തുടങ്ങി. ആ സമയത്താണ് യോനാ പ്രവാചകനും മനസ്സിലായത്, ഞാൻ കാരണമാണ് ഈ കപ്പലും കപ്പലിലുള്ള ആളുകളും ഇത്രമാത്രം കഷ്ടപ്പെടുന്നതെന്നും ഇത്രമാത്രം വിഷമിക്കുന്നതെന്നും. യോനാ പ്രവാചകൻ തിരിച്ചു വരാൻ തയ്യാറായി, കുറവ് ഏറ്റുപറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഇപ്പം സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ രക്ഷയെ പ്രതിയും നമ്മൾ നമ്മുടെ കുറവുകൾ ഏറ്റുപറയണം. എന്നാലല്ലേ സ്വയം രക്ഷപ്പെടുകയുള്ളൂ, മറ്റുള്ളവരെ രക്ഷിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സുവിശേഷം മുഴുവനും കാണിച്ചു തരുന്നു ഇതാ. രക്ഷ പ്രാപിച്ചിട്ടുള്ളവർ എല്ലാവരും തന്നെ കുറവുകൾ, ബലഹീനതകൾ, ഇല്ലായ്മകൾ എടുത്തു പറഞ്ഞിട്ടുള്ളവരാണ്, ഏറ്റുപറഞ്ഞിട്ടുള്ളവരാണ്. ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും കുറവുകളെയൊക്കെ ഒന്ന്
എടുത്തു പറയാനും അതൊക്കെ ഏറ്റു പറയാനും അങ്ങയുടെ സന്നിധിയിലേക്ക് സറണ്ടർ ചെയ്യാനും ഞങ്ങൾക്കൊക്കെ കൃപ തരണമേ, ശക്തി തരണമേ എന്ന് നമുക്ക് കൈകൾ കൂപ്പാൻ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല കുറവുകളുണ്ടായിരിക്കും. ശാരീരികമായ ബലഹീനതകൾ, ആത്മീയമായ കുറവുകൾ, ചിലപ്പോൾ രോഗങ്ങൾ, ചിലപ്പോൾ ദേഷ്യപ്രകൃതം, ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ, ഇതൊക്കെ